എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് കാലത്ത് കഴിക്കാനായിട്ട് അപ്പമായിരുന്നേ. അപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. മുട്ടക്കറി ഉണ്ടാക്കിയത് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് അല്പം പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച ശേഷം ഒരല്പം തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് തലേ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, കിളിമീനാണ്. അപ്പോൾ അത് കറി വെച്ചതുള്ളതുകൊണ്ട് പെട്ടെന്നൊരൽപ്പം പയറ് മെഴുക്ക് വറ്റാനായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി ഇടിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരി വെന്ത് വാർത്ത ശേഷം മീൻകറി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്കും പയറ് മെഴുക്ക് വറ്റിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ ചേട്ടായി കുറച്ച് അമ്പഴങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് അച്ചാറിട്ടാലോ എന്നോർത്തു. അപ്പോൾ അത് വേഗം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് അച്ചാറിടാനുള്ള പണികളിലേക്കാണ് പോകുന്നത്. ഇത് അമ്പഴങ്ങ ഇഷ്ടം കാരണം ഒരുപാട് നാൾ തിരക്കി നടന്നു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. നമ്മൾ നേഴ്സറി പോയപ്പോൾ അവിടെ തൈ ഉണ്ടോയെന്ന് വരെ ചോദിച്ചു. അവിടെ അങ്ങനെ അമ്പഴത്തിൻ്റെ തൈ കിട്ടാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ചില നേഴ്സറിയിലൊക്കെ കാണുമായിരിക്കും. ഇതിപ്പം ഞാൻ അമ്പഴങ്ങ രണ്ടായിട്ട് പൊളന്നെടുത്തിട്ട് നീളത്തിലാണ് കീറിയെടുത്തേക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രുചി എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയില്ല. എന്തായാലും എനിക്കിഷ്ടം, അച്ചാറിടുന്നത് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഇത് ജാതിക്കാടെ പുറന്തുകൊണ്ട് തിന്നുന്ന ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചാറിട്ട് വെക്കാറുണ്ട്. രാവിലെ ചോറ് കൊടുത്തു വിടാനുള്ള കറിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നാരങ്ങ മാങ്ങയൊക്കെ അച്ചാറിട്ട് വെക്കും. ചിലപ്പോൾ ചിക്കനൊക്കെ അച്ചാറിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് അമ്പഴങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അച്ചാറിടാം. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഈ അമ്പഴത്തിൻ്റെ തയ്യ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവരെ ഡ്രമ്മിലൊക്കെ നട്ടുപിടിപ്പിച്ചതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ധാരാളം അമ്പഴങ്ങ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ബഡ് തൈ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, വലിയ അമ്പഴത്തിൻ്റെ മരം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇഷ്ടം പോലെ അമ്പഴങ്ങ ഉണ്ടാകും. ഇത് പഴുത്ത ശേഷം കഴിക്കാൻ നല്ലതാട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് രണ്ടായിട്ട്, വലിയ വെളുത്തുള്ളി ഉള്ളത് രണ്ടായിട്ടൊന്ന് പൊളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ച ശേഷം പൊടിയെല്ലാം എടുത്തു. എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഒരൽപ്പം കായപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ച സാധനങ്ങളും പൊടിയും എല്ലാം കൂടെ സ്റ്റൗവിനടുത്തേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചട്ടി അടുപ്പ് വെച്ചു. അത് ചൂടായ ശേഷം ഒരൽപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് കടുകിട്ട് പൊട്ടിച്ചു. ഒരൽപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതൊക്കെ ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്ന ശേഷം പൊടി എടുത്ത് വെച്ചതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരല്പം നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരല്പം ചാറിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷമാണ് അമ്പഴങ്ങ ഇട്ട് കൊടുക്കുന്നത്. അമ്പഴങ്ങ അധികം നേരം അതിനകത്ത് കിടന്ന് വേണ്ട കേട്ടോ. അമ്പഴങ്ങ പെട്ടെന്ന് അലുത്ത് പോകും, മാങ്ങ പോലെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി വഴറ്റിയ ശേഷം ഒരൽപ്പം വിനാഗിരിയും കൂടി ഒഴിച്ച ശേഷം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു. എരിവും പുളിയൊക്കെ നോക്കി, ഉപ്പൊക്കെ നോക്കി, എല്ലാം പാകത്തിനുണ്ട്.
പിന്നെ ഇതാ എടുത്ത പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം ഇപ്പം ഉച്ചവരെയുള്ള ജോലികളൊക്കെ തീർന്നിരിക്കുകയാണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.